കോടിയേരി ബാലകൃഷ്ണന് അന്ന് കാണിച്ചൊരു മാന്യതയുടെ ഒരു പകുതി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നില്ല എന്നാണ്. CPM അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെടുത്തി എന്ന്, അതായത് ആ ഒരു അപ്പോൾ നൽകിയ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഒരു അംശം പോലും അന്ന് CPM ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ ആ ഒരു ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി ഒറ്റപ്പെടുത്തുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പിതാവിനെ പോലെ കണ്ടിരുന്നൊരു മനുഷ്യനാണ്. എനിക്കേറെ സ്നേഹമുള്ള, ഒത്തിരി ആ വീട്ടിൽ നിന്നും കഞ്ഞി കുടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ ഒരു പുത്രനെ പോലെ വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നതാണ്. എന്നെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചൊരു മകൻ്റെ കടമ പോലെ ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ചെയ്തേരിയുന്നോടം വരെ നോക്കി നിന്നിട്ട് തിരികെ പോരുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത് ശരിയാണെന്ന് പാർട്ടിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാനൊരു പാർട്ടിക്കാരനല്ലല്ലോ. പക്ഷേ പുറത്തുനിന്ന് വീക്ഷിക്കുന്നൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി ചെയ്തത് തെറ്റാണ്. ഇന്ന് പാർട്ടി ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റ്. പാർട്ടി അന്ന് ചെയ്ത തെറ്റെന്നല്ല. ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയൻ്റെ അച്ഛൻ മാറി നിൽക്കുന്ന, അച്ഛൻ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നു, തെറ്റില്ല. പക്ഷേ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു നിയമവും കോടിയേരി ബാലകൃഷ്ണൻ ഒരു നിയമവും ആകരുത്. രണ്ടും ഒരേപോലെ ആയിരിക്കണം. ബിനീഷ്, താങ്കൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് ലോ കോളേജിൽ ഉണ്ടായിരുന്നവരാണ്, ഏറ്റവും നല്ല സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? ഒരുമിച്ച് തന്നെയാണ് ഓഫീസിൽ? ഞങ്ങൾ ഒരുമിച്ചാണ് ഓഫീസുള്ളത്. ബിനീഷ് ഇപ്പം ഞങ്ങൾ എല്ലാം പല ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം വരെ ആയിരുന്നു ഞാൻ കൂടുതൽ ഓഫീസിൽ. 3 ദിവസമായി പരമാവധി എനിക്ക് ഓഫീസിൽ പോകാൻ കഴിയാറുണ്ടായിരുന്നുള്ളൂ. BJP ചേർന്നതിന് ശേഷം എൻ്റെ ഷെഡ്യൂൾ ഇച്ചിരി ബിസിയായി. അപ്പോൾ എൻ്റെ ഓഫീസ് കാര്യങ്ങൾ വളരെ പരിമിതമായി. എന്നാലും ഓഫീസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ 3ാമത്തെ ആൾ നിനു നല്ല രീതിയിൽ ഓഫീസ് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇപ്പോഴും ഓടിയെത്തുന്നുണ്ട് ഓഫീസിൽ. ഒരു ദിവസം എനിക്ക് ഇപ്പോൾ ഓഫീസിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ബിനീഷ് ഈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ KCAയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ബിനീഷ് ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ക്രിക്കറ്റിൽ സജീവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും അധികം ദിവസം ഓഫീസിലെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ദിവസം വഞ്ചൂർ പോകാറുണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടാൽ എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ അലമ്പുണ്ടാക്കുന്ന ദിവസമില്ല. എന്നാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂടപ്പറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് എല്ലാവരും. അത് ബിനീഷ് മാത്രമല്ല, വിനോദിനി ആൻറ്റി ആണെങ്കിലും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊത്തിരി ചോറ് വിളമ്പി തന്ന, ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയൊന്നുമില്ല ഇവിടെ. എനിക്ക് വീട്ടിൽ നിന്ന് ചോറ് ഏറ്റവും കൂടുതൽ വിളമ്പി തന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് AK സെൻറ്ററിലെ ഫ്ലാറ്റിലെ ആൻറ്റിയുടെ മീൻകറി ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്നേഹം എനിക്ക് എന്നും ആ കുടുംബത്തോടും എപ്പോഴും ഉണ്ട്. കോടിയേരി സഖാവിനോടും ആ ഒരു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പനെ പോലെ എന്നെ കരുതിയ, എന്നെ വഴക്ക് പറയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഉപദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ആ മനുഷ്യനോട് എനിക്കുണ്ട്. ബിനീഷിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ജയിൽവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് ഓഫീസ് തുടങ്ങാൻ ആലോചിച്ചപ്പം കോടിയേരികളാണ് പറഞ്ഞത്, ബിനീഷും നിങ്ങൾ ഒരുമിച്ച് വേണം, ഒരുമിച്ച് ആണ് നല്ലത്, അപ്പോൾ ഇനി പ്രൊഫഷനിലേക്ക് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് അത് നിർദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് വളർന്നതാണ്. ഒരുമിച്ച് ഒരു ഓഫീസ് തുടങ്ങി ഒരുമിച്ച് പോകാം എന്നുള്ളൊരു ചിന്താഗതി നമുക്കിടയിലുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം ഞാൻ പറയല്ലോ, ഇപ്പോഴും നമ്മളൊക്കെ പല ധ്രുവങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. എന്നാൽ ജയിൽവാസവുമൊക്കെ കോടിയേരി ഞങ്ങളെക്കാൾ കഴിയുന്ന നിയമപരമായ എല്ലാ സഹായങ്ങളും ബിനീഷിൻ്റെ ജയിൽവാസ സമയത്തൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ടെലിവിഷൻ ചാനലിൽ പറയാൻ കഴിയുന്നത്, നമുക്ക് നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നിയമപരമായുള്ളതല്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു പറ്റം സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം ആ ക്രൈസിസ് സമയത്ത് ഞങ്ങളെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. പലപ്പോഴും വീണ വിജയനെതിരെ, എക്സാലോജിക്കിനെതിരായ പല രേഖകളുമൊക്കെ ബിനീഷ് കോടിയേരി മുമ്പ് അച്ഛൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്